നമസ്കാരം. തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ കാമുകൻ സുഗാന്തിനെതിരെ അന്വേഷണം തുടരുന്നു. ഇയാൾ കേരളം വിട്ടുവന്ന സംശയത്തിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഒരുമിച്ച് കഴിയവേ 24-കാരി ഗർഭിണിയാകുകയും തുടർന്ന് വിവാഹം കഴിക്കണമെന്ന് വീട്ടുകാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ തന്റെ സിവിൽ സർവീസ് പരീക്ഷയെ ഇത് ബാധിക്കുമെന്ന് പറഞ്ഞാണ് ഇയാൾ ഇക്കാര്യം വിസമ്മതിച്ചത്. യുവതിയെ വഞ്ചിച്ച സുഗാന്ത് നെടുമ്പാശ്ശേരിയിൽ ജോലി ചെയ്യുന്ന മറ്റൊരു വനിതാ IB ഓഫീസറുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചുവെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട സുഗാന്തിന്റെ സഹപ്രവർത്തകരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തു. ഉടൻ തന്നെ ഹൈക്കോടതി സുഗാന്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ കണ്ടെത്തലുകൾ പോലീസ് കോടതിയെ അറിയിക്കും. IB ഉദ്യോഗസ്ഥയെയും സുഹൃത്തായ സുഗാന്തിനെയും ഗർഭഛിദ്രത്തിന് സഹായിച്ചത് ആരെന്ന് പോലീസ് തിരയുകയാണ്. ഒരു യുവതിയാണ് എല്ലാം സഹായം ചെയ്തിട്ടുള്ളതെന്ന് വ്യക്തമായിട്ടുണ്ട്. ഇതാരാണെന്ന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ഗർഭഛിദ്രം നടത്തിയത്. ഇതിനായി വിവാഹ സർട്ടിഫിക്കറ്റ്, ക്ഷണക്കത്ത് എന്നിവയെല്ലാം വ്യാജമായി ഉണ്ടാക്കിയിരുന്നു. IB ഉദ്യോഗസ്ഥയുമായി ആദ്യ 2 വട്ടം മാത്രമാണ് സുഗാന്ത് ആശുപത്രിയിൽ പോയത്. ഗർഭഛിദ്രം നടത്തിയ ദിവസം ഈ യുവതിയാണ് കൂടെയുണ്ടായിരുന്നത്. ഇത് പെൺകുട്ടിയുടെ സുഹൃത്തല്ലെന്ന് കുടുംബം ഉറപ്പിച്ചു പറയുന്നുണ്ട്. സുഗാന്തിന് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്നും സംശയിക്കുന്നുണ്ട്. കാരണം IB ഉദ്യോഗസ്ഥരുടെ ശമ്പളമടക്കം ലക്ഷങ്ങളാണ് സുഗാന്ത് തട്ടിയെടുത്തത്. സ്വകാര്യ ചിത്രങ്ങളടക്കം ശേഖരിച്ച് ഭീഷണിപ്പെടുത്തുന്ന മാഫിയയുടെ ഭാഗമാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചതിനും പണം തട്ടിയെടുത്തതിനും സുഗാന്തിനെതിരെ പുതിയ വകുപ്പുകൾ കൂടി ചുമത്തിയിട്ടുണ്ട്. ആത്മഹത്യ പ്രേരണ, വഞ്ചനാ കുറ്റങ്ങൾ എന്നിവ നേരത്തെ ചുമത്തിയിരുന്നു. സുഗാന്ത് കേരളം വിട്ടുവന്ന വിവരത്തെ തുടർന്ന് അന്വേഷണ സംഘം സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ തന്നെ ഇറക്കിയ സാഹചര്യത്തിൽ രാജ്യം വിട്ടു പോകാൻ ഒരു സാധ്യതയുമില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു. മാതാപിതാക്കൾക്കൊപ്പമല്ല സുഗാന്ത് ഒളിവിൽ കഴിയുന്നതെന്നാണ് വിവരം. സുഗാന്തിന്റെ പുതിയ പെൺസുഹൃത്തിന്റെ ഉൾപ്പെടെ മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. സുഗാന്തിനെതിരെ ഇവരും മൊഴി നൽകിയിട്ടുണ്ട്. തന്നെയും ചതിച്ചുവെന്നാണ് ഈ യുവതി വ്യക്തമാക്കിയത്. IBയിലെ തന്നെ ഉദ്യോഗസ്ഥയാണ് ഇവരും. നോർത്ത് ഈസ്റ്റിലെ മറ്റൊരു യുവതിയെയും സുഗാന്ത് പ്രണയച്ചതിയിൽ വീഴ്ത്തിയിരുന്നു. കുംഭമേളയ്ക്കിടെ ഈ യുവതിയെയും ഇയാൾ ചൂഷണം ചെയ്തതായി IB കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ സുഗാന്ത് സുകേഷിനെ ഇനിയും കണ്ടെത്താൻ IBക്കും കഴിയുന്നില്ല. സുഗാന്തിനെ അറസ്റ്റ് ചെയ്യുന്നത് തടയാത്ത ഹൈക്കോടതി തീരുമാനം എത്തിയിട്ടും പോലീസിനും സുഗാന്തിനെ കുറിച്ച് തുമ്പൊന്നും കിട്ടിയിട്ടില്ല. സുഗാന്തിനെതിരെ 2 വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം, പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് പുതുതായി ചേർത്തത്. നേരത്തെ ബലാത്സംഗത്തിനും തട്ടിക്കൊണ്ടുപോകലിനും ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയിരുന്നു. സുഗാന്തിന്റെ പുതിയ പെൺസുഹൃത്തിന്റെ മൊഴിയും പോലീസ് ശേഖരിച്ചു. മറ്റ് IB ഉദ്യോഗസ്ഥരുടെ മൊഴികളും ശേഖരിക്കുന്നുണ്ട്. സുഗാന്ത് നോർത്ത് ഈസ്റ്റിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് വിലയിരുത്തുന്നു. ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കിയ IB ഉദ്യോഗസ്ഥയുടെ സഹപ്രവർത്തകനായ സുഗാന്തിനെതിരെ ലൈംഗിക പീഡനത്തിന് തെളിവ് പുറത്തു വന്നതിനെ തുടർന്നാണ് കുറ്റം ചുമത്തിയത്. ഒളിവിൽ പോയ ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. മരിച്ച യുവതിയുടെ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട വിശദ അന്വേഷണത്തിലേക്ക് കടന്നതോടെയാണ് ഗർഭഛിദ്രത്തിന് പിന്നിൽ മറ്റൊരു യുവതിയുടെ ഇടപെടൽ കൂടി തെളിഞ്ഞത്. ഇവരും IB ഉദ്യോഗസ്ഥയാകുമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. 2024 ജൂലൈയിലാണ് യുവതി തിരുവനന്തപുരം നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭഛിദ്രത്തിന് ചികിത്സ തേടിയത്. ആദ്യം ആശുപത്രിയിലെത്തിയപ്പോൾ സുഗാന്തും യുവതിയും ഒരുമിച്ചെത്തി. ദമ്പതികളെന്നാണ് ആശുപത്രിയിലടക്കം പരിചയപ്പെടുത്തിയത്. വിശ്വസിപ്പിക്കാൻ വിവാഹരേഖകളും ക്ഷണക്കത്തുമെല്ലാം വ്യാജമായി തയ്യാറാക്കിയായിരുന്നു. പിന്നീട് ഒരിക്കൽ കൂടി സുഗാന്ത് വന്നിരുന്നെങ്കിലും ഇതിനുശേഷം ഇയാൾ എത്തിയിരുന്നില്ല. പകരം സുഹൃത്തായ മറ്റൊരു യുവതിയാണ് IB ഉദ്യോഗസ്ഥയ്ക്കൊപ്പം ആശുപത്രിയിൽ എത്തിയത്. ഈ യുവതിക്ക് ആശുപത്രിയിൽ നല്ല പരിചയമുണ്ടായിരുന്നു. ഈ പരിചയവും സ്വാധീനവുമാണ് ഗർഭഛിദ്രത്തിന് സഹായിച്ചതെന്നും കരുതുന്നുണ്ട്. ഈ യുവതിയും ഒളിവിൽ പോയെന്നാണ് സൂചന. ഈ യുവതിയും കേസിൽ പ്രതിയാകാനും സാധ്യതയുണ്ട്.